ജില്ലയുടെ അമരക്കാരൻ ശ്രീമാൻ ലിജിൻ, മുൻ ജില്ലാ അധ്യക്ഷനും പാർട്ടിയുടെ സംസ്ഥാന ലീഡറുമായിട്ടുള്ള ശ്രീ ഹരി, അതുപോലെ തന്നെ മുതിർന്ന ലീഡർ രാധാകൃഷ്ണേട്ടൻ, പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകന്മാരെ, എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, 7-ാം തീയതി നമ്മുടെ മറ്റൊരു സമരം വരുന്നുണ്ട്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സമരത്തിന് ആ സമരസമിതിയുടെ കൺവീനറായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു പോലീസിനെയും പേടിച്ചിട്ടല്ല ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് അധികാരികളുടെ കാക്കിയെ ഹൃദയത്തിൽ വെച്ചവരാണ് ഞങ്ങൾ. എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, വീണ ജോർജിനെ പോലെ മേലനങ്ങാതെ നടക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല സാരിയും നല്ല മുണ്ടുമൊക്കെ ഉടുത്തിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. എന്നാൽ ഞങ്ങൾ ചെളിയിൽ ഇരിക്കേണ്ടി വന്നാൽ അവിടെ ഇരിക്കും. ഞങ്ങളുടെ ജീവിതം തന്നെ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയും വേണ്ട, ഞങ്ങൾക്കൊരു മന്ത്രിയും വേണ്ട. സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വീണ ജോർജിനെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷാമരിപ്പിക്കാനുള്ള തന്റേടം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് എന്നറിയിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. 2 ആഴ്ചക്കാലമേ ആയിട്ടുള്ളൂ ഈ സമരം നടത്താനുള്ള അധികാരം കിട്ടിയിട്ട്. വിസിലടിച്ചിട്ട് സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. കോട്ടയത്ത് 7-ാം തീയതി വീണ്ടും നമ്മൾ സമരം നടത്തും. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ സമരത്തിന് അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചികിത്സ നടത്താൻ അമേരിക്ക വേണം. എന്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുമ്പോ കമലേടത്തിയുടെ പാന്റിന്റെ പോക്കറ്റിൽ 2 ഐഫോണും വെച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ പാവപ്പെട്ട സഹോദരി കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടിട്ട് ആ ചെറുപ്പക്കാരൻ ആൺകുട്ടി കരയുന്നത് ഇന്ന് വീടിന്റെ ഉള്ളിൽ ചെന്ന് ഞങ്ങൾ എല്ലാവരും കണ്ടു. നെഞ്ചു പൊട്ടി അവൻ കരയുകയാണ്.